എനിക്ക് സുധീഷന്റെ പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ ചിന്താവിഷ്ട ശ്യാമളയിലെ സീൻ ഉണ്ടല്ലോ. നായിക ചാടുമ്പോ കൂടെ ക്യാമറയും കൂടെ ചാടിക്കോട്ടെ എന്നൊക്കെ പറയുന്ന ആ സീൻ ഉണ്ടല്ലോ. കറക്റ്റ് ഏതാണ്ട് അതുപോലെയാണ് സിനിമയിലേക്ക് വരുന്നത്. വെള്ളത്തിലേക്ക് ചാടിയാണ് സിനിമയിൽ തുടക്കം. അല്ലേ? അത് ഈ അടൂർ സാറിനെ പോലെ ഒരാളെ അത്ര നേരമൊക്കെ പോസ്റ്റ് ആക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇവിടുന്ന് കിട്ടി കുട്ടി ഇതിനൊക്കെ ധൈര്യം അങ്ങനെ ചോദിക്കേണ്ടിയിരിക്കുന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ നിന്നിട്ട് 3 മണിക്ക് ശേഷമാണ് ഞാൻ എടുത്ത് ചാടിയത്. പുഴയിലേക്കാ ചാടുന്നത്, ഒഴുക്കുള്ള പുഴയിലേക്കാ ചാടേണ്ടത്. ഭയങ്കര റിസ്ക് ആണ് സംഭവം. മാത്രമല്ല അതിന് മുമ്പ് ഒരു ഷോട്ട് അവർ എടുത്തത് വെച്ചാൽ അത് കണ്ടാൽ പേടിയാവും. അതായത് ഒരു ഡെഡ് ബോഡി ഇങ്ങനെ ഒലിച്ച് വരുന്ന ഒരു ഷോട്ട് എടുത്തു കഴിഞ്ഞിട്ട് ആ ഡെഡ് ബോഡി വെച്ചാൽ ഒറിജിനൽ അല്ല, നമ്മൾ കാണുമ്പോ ഫീൽ ചെയ്യില്ലേ, അതിങ്ങനെ ആ ഷോട്ട് വെറുതെ എടുത്തവരതിന് മുമ്പ് അതും കൂടെ കണ്ടതോടുകൂടി. എന്നാ നീന്തലൊക്കെ പഠിച്ചിട്ടോ? നീന്തൽ പഠിച്ചു, പക്ഷെ എടുത്ത് ചാടാൻ മാത്രം പഠിച്ചില്ല. എവിടെന്ന് കിട്ടി കുട്ടി ഈ ധൈര്യം? കുട്ടിയായോണ്ട് മാത്രമായിരിക്കും. വേറെ കാര്യം, ധൈര്യം വേറെ. അടൂർ സാറിന്റെ ഒരു ക്ഷമ ഞാൻ അറിഞ്ഞിരുന്നു. അതായത് വേറൊരു ഷോട്ടിൽ ഞാനും വേറൊരു ആർട്ടിസ്റ്റ്, ഫേമസ് ആർട്ടിസ്റ്റ് അല്ല, ഇങ്ങനെ നടന്നു വരുന്ന ഒരു ഡയലോഗ് പോർഷൻ, അല്ലാണ്ട് വെള്ളത്തിലേക്ക് ചാടുക അങ്ങനത്തെ സംഭവങ്ങളും റിസ്ക് ഉള്ള കാര്യങ്ങളൊന്നും അല്ല. ഡയലോഗ് വലിയ ഷോർട്ടാണ്, കുറച്ച് ഡയലോഗ്സ് ഉണ്ട്. ഒരു വയൽ വരുമ്പത്തിലൂടെ ഞാനും അയാളും കൂടെ നടന്നു വരുന്ന ഒരു സംഭവം. കൂടുതൽ ഡയലോഗ്സ് പുള്ളിക്കുള്ള കുറച്ചേ ഉള്ളൂ. ഇത് രാവിലെ തൊട്ട് എടുത്തിട്ട് ഓക്കെ ആവുന്നേ ഇല്ല. എത്ര ടേക്കാ പോകുന്ന പറയുന്നത്, അത് ഫിലിമാണല്ലോ. 12, 13, 14, 15 ടേക്ക് പോയിട്ട് അത് രാവിലെ തൊട്ട് ഉച്ച വരെ ആ ഒരു ഷോട്ട് ഓക്കെ ആവുന്നില്ല. നമുക്കെന്നാൽ ഭക്ഷണം കഴിച്ചിട്ട് നോക്കാം എന്ന് സാറ് പറയുന്നു. അദ്ദേഹത്തിനും വലിയ പ്രശ്നമൊന്നുമില്ല, കൂടെ അഭിനയിക്കുന്നവർക്കും അത്ര വലിയ ബോധമല്ല പുള്ളിയും. എനിക്ക് ഇത്രയും എന്താ പറയാ ടേക്കായി അങ്ങനത്തെ ഭക്ഷണം കഴിക്കും, പുള്ളി ഹാപ്പി സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും സത്യം പറയുകയാണെങ്കിൽ അന്ന് ആ ഷോട്ട് എടുത്തില്ല എന്നുള്ളതായിരുന്നു. ഒരു വൈകുന്നേരം 3:30, 4 മണിയപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇത് നാളെ ഫ്രഷ് ആയിട്ട് ചെയ്യാം. പക്ഷെ അങ്ങനെ ക്യാപ്റ്റൻ പറയുമ്പോ തന്നെ നമുക്കൊരു സമാധാനമാണ്. അതെ, അത് അടൂർ സാറിന്റെ ഒരു ക്ഷമ ഭയങ്കര. പക്ഷെ ചില സമയം സാറ് ചൂടാവും ഞാൻ കണ്ടിട്ടുണ്ട്. അത് വേറെ ചില ഏരിയകളിലൊക്കെയാണ്. പക്ഷെ ഇങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയും ഒന്നുമില്ല. പുള്ളി തമാശയൊക്കെ ഒന്ന് ചിരിച്ച് കളിച്ചിട്ടൊക്കെയാണ് ഇരിക്കുക. പിന്നെ എന്റെ ഭാഗത്തു നിന്ന് എനിക്ക് വേറെ അഭിനയിക്കുന്ന സമയത്തൊന്നും ഒരു ഡിലേ ഒന്നും വന്നിട്ടില്ല കേട്ടോ. അതൊക്കെ ടക്ക് 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 എന്ന് പറഞ്ഞിട്ട് ഷോട്ട് ഓക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഒന്നാമത് അത് ചെറുപ്പത്തിലെ ഈ സ്റ്റേജ് ഫ്രൈറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലല്ലോ നമുക്ക്. കാരണം അന്നോട്ടേ നാടകങ്ങൾ ചെയ്ത് അത് എത്ര വയസ്സില, 10 വയസ്സിലാണോ അമ്മൂമ്മയായിട്ടൊക്കെ ചെയ്തിട്ടില്ലേ? അമ്മൂമ്മയായിട്ട് അതായത് നമ്മുടെ പിന്നെ വിജയരാഘവൻ സാറിന്റെ അച്ഛന്റെ നാടകം പിള്ളയുടെ കുടുംബയോഗം, അതില് അഭിനയിക്കുമ്പോ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുക. അതിൽ അഭിനയിക്കുമ്പോ അതില് എന്താ പറയാ 70 വയസ്സുള്ള ഒരു അമ്മൂമ്മയായിട്ടാണ് അന്ന് അഭിനയിച്ചത്. അതെന്റെ പഠിപ്പിക്കുന്ന മാഷ് അപ്പൂപ്പനായിട്ട്, ഞങ്ങൾ രണ്ടുപേരും ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ഒരു നാടകമായിരുന്നു കുടുംബയോഗം എന്ന് പറഞ്ഞിട്ട്. അത് ഭയങ്കര രസം എന്താ വെച്ച് കഴിഞ്ഞാൽ കുടുംബയോഗം എന്ന നാടകത്തിന്റെ പേര്, അതായത് കുടുംബയോഗം എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ കുറെ പേരുള്ള കൂടിച്ചേരുന്നത്. പക്ഷെ ആ നാടകം ഞങ്ങൾ രണ്ടുപേരും ഉള്ളൂ, ബാക്കി എല്ലാം നമ്മൾ സങ്കല്പിക്കണം എന്നുള്ള. അത് തന്നെ ഒരു വലിയൊരു കാര്യമല്ലേ. അവിടെ ആള് വരും, ഇരിക്കൂ, എന്തൊക്കെയുണ്ട് വിശേഷം. ആളില്ല, സ്റ്റേജിൽ ആളില്ല, പക്ഷെ നമ്മളെല്ലാം സങ്കല്പിച്ച് ഇങ്ങനെ അഭിനയിക്കണം. അതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. 2 സിനിമകള് സുധീഷേട്ടനെ റിലീസ് ചെയ്തില്ലേ തിയേറ്ററിൽ? അത് മണിച്ചിത്രത്താഴും റിലീസ് ചെയ്തു, വെള്ളിയേട്ടനും റിലീസ് ചെയ്തു. നിങ്ങൾക്ക് പോയത് റിലീസ് ചെയ്യുമ്പോ കാണുമ്പോ എങ്ങനെയുണ്ടായിരുന്നു? അതായത് ഇത് ഒന്നാമത് ഈ കാണുന്ന ആൾക്കാരൊക്കെ സിനിമ എത്ര പ്രാവശ്യം കണ്ട ആൾക്കാരാണ്. അതെ, ഈ സിനിമ ബൈഹാർട്ടാണ്. ഇന്ന സ്ഥലത്ത് ചിരിക്കണമെന്നും ഇന്ന സ്ഥലത്ത് കൈയടിക്കണമെന്നും ആസ്വദിക്കണം എന്നൊക്കെ പ്രിപ്പയർഡാണ്, അറിയാം. അതിനുവേണ്ടി വന്നതാ, എൻജോയ് ചെയ്യാൻ വേണ്ടി വരും. അതായത് പുതിയ സംഭവം കാണാനല്ല, നമ്മൾ അവിടെ പോയിട്ട് അടിച്ചു പൊളിക്കുക, എൻജോയ് ചെയ്യാന്ന് പറയുന്ന രീതിയിൽ വരുന്ന ആളുകളാണ്. പിന്നെ മണിച്ചിത്രത്താഴ് പ്രത്യേകിച്ചും അതിന്റെ സോങ് സീക്വൻസസും കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ തിയേറ്ററിൽ കാണാൻ വേണ്ടിയിട്ട് എനിക്കും ആഗ്രഹമുണ്ട്. ആ പാട്ടുകൾ, പഴന്തമിഴ് പാട്ട്, പിന്നെ ഒരു മുறை വന്ന് പാറ, ഇതൊക്കെ അതിന്റെ മ്യൂസിക്കും കാര്യങ്ങളും ചിലങ്കയുടെ ശബ്ദവും അതൊക്കെ ഇന്നത്തെ തിയേറ്റർ എക്സ്പീരിയൻസിൽ കാണാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഇതിലാണ് ഞാനും പോയത് കാണാനായിട്ട്. ഇത് ഇപ്പൊ മണിച്ചിത്രത്താഴിന്റെ കാര്യം പറയുമ്പോഴേ ഇത് പല ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്ത് പോയല്ലോ. ഈ എല്ലാത്തിലും ഈ കിണ്ടി ഉണ്ടോ? എല്ലാത്തിലും കിണ്ടി അഭിനയിക്കാൻ കഴിവുള്ള ആൾക്കാരുണ്ടോ എന്ന് എനിക്കൊരു സംശയം. കാരണം എന്താ അറിയോ, തമിഴിലില്ല, തമിഴില് ആ ക്യാരക്ടർ ഇല്ല, എനിക്ക് തെലുങ്കിലും ഇല്ല. ഇത് ഹിന്ദി നേരെ ഇതേപോലെ റീമേക്ക് ചെയ്താണ് ഹിന്ദി. പ്രേം സാർ അതിലുണ്ടായിരുന്നു. അപ്പൊ അതിൽ കിണ്ടീന് എന്താ പറയുന്നത്? ഈ സംസ്ഥാനങ്ങളിലൊന്നും കിണ്ടി ഇല്ല, അതുകൊണ്ട് കിണ്ടി എന്ന് പറഞ്ഞ സംഭവം ഇല്ല അതിനകത്ത്. പക്ഷെ സുധീഷന്റെ ക്യാരക്ടർ ഉണ്ട്, മറ്റേ ക്യാരക്ടറിന്റെ പേര് അച്ചോ, ചന്തു എന്നുള്ള ക്യാരക്ടർ ഹിന്ദിയിൽ കണ്ടായി. അല്ല, അപ്പൊ ഹിന്ദിയിൽ അപ്പൊ ഈ കിണ്ടി വരെ എന്താണ് വന്ന് വീഴുന്നവരുടെ എന്തോ സാധനമാണ്. അവിടെ കിണ്ടി ഇല്ല സാർ. കിണ്ടി ഇവിടെ കേരളത്തിന്റെ മാത്രം പ്രത്യേകതയാണല്ലോ.
വേറൊരു സ്ഥലത്തും അതാണ് അങ്ങനെ വന്നത് അല്ലേ.